ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വീരപ്പൻ്റെ നാട്ടിലേക്കുള്ള യാത്രയുടെ മൂന്നാം ഭാഗത്തിലാണ്. കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ വീരപ്പൻ്റെ ബോഡി മറവ് ചെയ്ത സ്ഥലവും അതുപോലെ തന്നെ പാലാർ ബ്രിഡ്ജിൽ മോഹനൻ എന്ന ഫോറസ്റ്റ് ഗാർഡിനെ വെടിവെച്ചു കൊന്ന പാലാർ ബ്രിഡ്ജ്, അതുപോലെ തന്നെ പാലാർ സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴി, ഇങ്ങനെ വീരപ്പനുമായി ബന്ധപ്പെട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ നടന്ന വഴികളിലൂടെ നമ്മൾ വീരപ്പൻ്റെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ യാത്ര കർണാടക സ്റ്റേറ്റിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അതായത് പാലാർ ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്ത് മേട്ടൂർ ഹിൽസ് റോട്ടിലൂടെ നമ്മൾ പാലാർ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് ഗോപിനത്തത്തിലേക്കുള്ള റോഡ്, അതായത് ഈ ഗോപിനത്തം എന്ന് പറയുന്ന സ്ഥലത്താണ് വീരപ്പൻ ജനിച്ചതും വളർന്നതൊക്കെ. ഏകദേശം ഈ പാലാർ ബ്രിഡ്ജ് കഴിഞ്ഞ് അവിടെ നിന്ന് ഈ ഗോപിനത്തത്തിലേക്ക് ഒരു 16 കിലോമീറ്റർ ആണുള്ളത്. നമ്മൾ ആ റോട്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഈ കാവേരി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ നമ്മൾ പ്രവേശിച്ചു. കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് വളരെ മോശമാണ്, വീതി കുറഞ്ഞ റോഡാണ്, പിന്നെ കൂടുതൽ വാഹനങ്ങളൊന്നും പോവാത്തൊരു റൂട്ടാണ്. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡിന് പാരലായിട്ടാണ് കാവേരി നദി ഒഴുകുന്നത്. ഇവിടെ നിന്ന് 16 കിലോമീറ്ററാണ് ഗോപിനത്തം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഗോപിനത്തത്തിൽ നിന്ന് പിന്നെ ഈ റോഡ് ഒരു 16 കിലോമീറ്റർ കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ ഹൊഗേനക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ഹൊഗേനക്കലിനോട് കൂടിയിട്ട് ഈ റോഡ് അവസാനിക്കും. ഈ ഗോപിനത്തത്തിലാണ് വീരപ്പൻ ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാട്, വീരപ്പൻ്റെ കാലടികൾ പതിഞ്ഞ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു റൂട്ടാണ് ഇത്. ഇതിൽ അതിദാരുണമായിട്ടുള്ളൊരു കൊലപാതകമാണ് 1991 നടന്ന ഫോറസ്റ്റ് കൺസർവേറ്ററായിരുന്ന ശ്രീനിവാസൻ്റെ മരണം. വീരപ്പൻ ഇദ്ദേഹത്തെ കൊന്ന് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും തല അറുത്തെടുത്തിട്ട് ശരീരഭാഗത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിന് ശേഷം ഈ തല വലിയൊരു പാറയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ച് ഇനി നീ ഈ കാടിന് കാവലിരിക്ക് എന്ന് പറഞ്ഞ സംഭവം. ആന്ധ്രാപ്രദേശിലെ ഈസ്റ്റ് ഗോദാവരി ഡിസ്ട്രിക്റ്റിലെ രാജമുന്ദ്രി എന്ന സ്ഥലത്ത് 1954 ശ്രീനിവാസ് ജനിക്കുന്നത്. കുട്ടിക്കാലം ഗ്രാൻഡ് മദറിൻ്റെ കൂടെ കഴിഞ്ഞ ശ്രീനിവാസ് 1976 ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ് 1979 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ക്വാളിഫൈഡ് ആയി. 1982 അസിസ്റ്റൻ്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റായി കർണാടകയിലെ ചാംരാജ് നഗറിൽ തൻ്റെ സേവനം ആരംഭിച്ചു. ഈ പ്രദേശങ്ങളിലൊക്കെ അന്ന് വീരപ്പൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന സമയം കൂടിയാണ്. 1983 ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റായി ശ്രീനിവാസിന് പ്രൊമോഷൻ ലഭിച്ചു. ഈ സമയം തൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലെ ആനക്കൊമ്പ് വേട്ടക്കാരെയും ചന്ദനക്കടത്തുകാരെയും ഒക്കെ ഇല്ലാതാക്കാൻ പോലീസിനോടും ഫോറസ്റ്റ് ഓഫീസേഴ്സിനോടും അതുപോലെ തന്നെ പ്രദേശവാസികളുമായി ഒക്കെ ചേർന്ന് ഈ ആളുകളെയെല്ലാം ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം ശ്രീനിവാസ് അന്നേ തുടങ്ങിയിരുന്നു. ഈ സമയം ആനക്കൊമ്പ് വിൽപ്പന, ഇറക്കുമതിയും കയറ്റുമതിയും ആനക്കൊമ്പ് ഉപയോഗിച്ചുള്ള പ്രോഡക്റ്റുകൾ എല്ലാം സെൻട്രൽ ഗവൺമെൻറ് ബാൻ ചെയ്തു. ഈ സമയത്ത് ഇനി ആനക്കൊമ്പ് കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലാക്കിയ വീരപ്പൻ പിന്നെ ചന്ദനക്കടത്തിലേക്ക് തിരിയുകയാണ്. 1986 ബാംഗ്ലൂരിൽ വെച്ച് വീരപ്പൻ ആദ്യമായി പോലീസ് പിടിയിൽ അകപ്പെടുന്നത്. ഭവാനിയിലുള്ള രാജാമണി എന്നയാളുടെ കെയർ ഓഫിൽ ബാംഗ്ലൂരിൽ തോക്ക് വാങ്ങാൻ പോയ വീരപ്പനെ രാജാമണി പോലീസിന് ഒറ്റിക്കൊടുക്കുകയായിരുന്നു. 2 പേരെ കൊല്ലുകയും നിരവധി ആനകളെ കൊന്ന് ആനക്കൊമ്പെടുത്ത് വിറ്റ വീരപ്പനെ അറസ്റ്റ് ചെയ്ത് ബുദ്ധിപ്പെടുക എന്ന സ്ഥലത്ത് ഉള്ള ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസിലേക്ക് മാറ്റി. ആനക്കൊമ്പ് കേസ് ആയതുകൊണ്ട് തന്നെ വീരപ്പനെ ഫോറസ്റ്റ് കൺസർവേറ്ററായിരുന്ന ശ്രീനിവാസിന് കേസ് കൈമാറുകയായിരുന്നു. ശ്രീനിവാസ് വീരപ്പനെ കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ഫോറസ്റ്റ് ഗാർഡായ ഒരാൾ വന്ന് വീരപ്പനെ വിവരമറിയിക്കുന്നു. അന്ന് രാത്രി തന്നെ വീരപ്പൻ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വീരപ്പനെ സഹായിച്ചതിൽ പോലീസുകാർക്ക് പങ്കുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളെല്ലാം അന്നുണ്ടായിരുന്നു. കാട്ടിലെത്തിയ വീരപ്പൻ തൻ്റെ പ്രവൃത്തികൾ പൂർവാധികം ശക്തിയോടെ തുടർന്നു. തന്നെ വീണ്ടും ഈ അവസ്ഥയിലേക്ക് ആക്കിയതിന് കാരണം ശ്രീനിവാസനാണെന്ന് വീരപ്പൻ വിശ്വസിച്ചു. അങ്ങനെ തന്നെ കൊല്ലാൻ പദ്ധതിയിട്ട ശ്രീനിവാസനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് വീരപ്പൻ തീരുമാനമെടുത്തു. 1990 ആയപ്പോഴേക്കും വീരപ്പൻ ശക്തനായ ഒരു ചന്ദനക്കടത്തുകാരൻ എന്ന പേര് സമ്പാദിച്ചിരുന്നു. ഈ സമയത്ത് ചിക്മംഗ്ലൂരിലായിരുന്ന ശ്രീനിവാസ് ഗോപിനത്തം എന്ന വീരപ്പൻ്റെ നാട്ടിലേക്ക് വീരപ്പനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്ന ഉദ്ദേശത്തോടെ ട്രാൻസ്ഫർ വാങ്ങി വരികയാണ്. ഗോപിനത്തം എത്തിയ ശ്രീനിവാസ് ആദ്യം ജനങ്ങളെ കയ്യിലെടുക്കുകയാണ് ചെയ്തത്.
അതിനായി അദ്ദേഹം കുടിവെള്ളമില്ലാത്ത റിമോട്ട് ഏരിയകളിലുള്ള ട്രൈബൽ വില്ലേജുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുക, റോഡില്ലാത്ത സ്ഥലങ്ങളിലേക്ക് റോഡ് വെട്ടിക്കൊടുക്കുക, ഗ്രാമത്തിൽ ഒരു അമ്പലം പണിയുക, ഇങ്ങനെയൊക്കെയുള്ള ജനങ്ങളെ ഹൃദയത്തിലേക്ക് കയറാനുള്ള ഒരുപാട് പദ്ധതികൾ അവിടെ ആവിഷ്കരിച്ചു. ഇങ്ങനെ നാട്ടുകാരുടെ ഇടയിൽ നിന്നും ശ്രീനിവാസിന് നല്ലൊരു ശതമാനം ആളുകളുടെ സപ്പോർട്ട് കിട്ടി തുടങ്ങി. ഇത് വീരപ്പന് ശ്രീനിവാസനോടുള്ള ശത്രുത ഒന്നുകൂടി ഇരട്ടിയാക്കി. വീരപ്പൻ്റെ തന്നെ അനുയായികളിൽ പലരും സറണ്ടറായി. ഇതോടുകൂടി വീരപ്പന് കലിയടങ്ങാതെയായി. വീരപ്പനെ പിടിക്കാൻ വേണ്ടി ശ്രീനിവാസ് കാണിക്കുന്ന നാടകമാണ് ഇതൊക്കെയെന്ന് ഒരു വിഭാഗം ശ്രീനിവാസിൻ്റെ ഈ സൽപ്രവർത്തികളെ വാനോളം പുകഴ്ത്തി. വീരപ്പൻ്റെ പെങ്ങൾ മാരിയമ്മാവിനെ ശ്രീനിവാസ് ഭർത്തൃ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് ഗോപിതത്തം ഗ്രാമത്തിൽ ഒരു വീട്ടിൽ താമസിപ്പിച്ചു. അന്ന് മാരിയമ്മക്ക് 3 കുട്ടികളുണ്ട്. ശ്രീനിവാസിൻ്റെ ഡിസ്പെൻസറിയിൽ മരുന്നെടുത്ത് കൊടുക്കലും അമ്പലത്തിലെ പൂജ മറ്റു കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യലും ഒക്കെയായി മാരിയമ്മാവിനെ ഒരു ജോലിയും കൊടുത്തു. ശ്രീനിവാസ് ഇല്ലാത്ത ഒരു നാൾ മാരിയമ്മ ഗോപിനത്തം ഗ്രാമത്തിൽ നിന്നും പുറത്തേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞിട്ടാണ് മാരിയമ്മ ഗോപിനത്തത്തിലേക്ക് തിരിച്ചു വന്നത്. ഈ സമയം അന്നത്തെ പോലീസ് ഓഫീസേഴ്സായിരുന്ന ഷക്കീൽ അഹമ്മദും SP ഹരികൃഷ്ണ ഒക്കെ ഈ കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. തൻ്റെ ആങ്ങളക്ക് അരിയും പരിപ്പും മറ്റ് സാധനങ്ങളെല്ലാം കൊണ്ടുപോയി കൊടുക്കാനാണ് മാരിയമ്മൻ പോയത് എന്നുള്ള വിചാരത്തിൽ മാരിയമ്മാവിനെ MM ഹിൽസിലേക്ക് ചോദ്യം ചെയ്യാനായി ഷക്കീൽ അഹമ്മദും SP ഹരികൃഷ്ണനും വിളിപ്പിച്ചു. ഈ MM ഹിൽസിലെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് വന്നതിന് ശേഷം മാരിയമ്മ വിഷം കഴിച്ച് മരിക്കുകയായിരുന്നു. ഈ മരണം ഗോപിനത്തം ഗ്രാമത്തിൽ പല അഭ്യൂഹങ്ങളും പരത്തി. ശ്രീനിവാസിനെയും മാരിയമ്മാവിനെയും ചേർത്തി നാട്ടുകാർ പല കഥകളും പറഞ്ഞു. ഈ സമയം വീരപ്പൻ്റെ അനിയൻ അർജുനൻ ജയിൽ മോചിതനായി ഗോപിനത്തം ഗ്രാമത്തിൽ വരികയാണ്. കാട്ടിൽ പോയി വീരപ്പനെ കണ്ട് നാട്ടിലെ സംസാരങ്ങളെല്ലാം അറിയിച്ചു. സത്യത്തിൽ വീരപ്പനോട് സറണ്ടർ ചെയ്യാൻ വേണ്ടി പറയാൻ പോയതായിരുന്നു അർജുനൻ. കാട്ടിൽ പോയ അർജുനൻ 20 നാളുകൾക്ക് ശേഷം ഗോപിനത്തത്തിലേക്ക് വരുന്നത് ശ്രീനിവാസിനെ കൊല്ലാനുള്ള പദ്ധതിയുമായിട്ടായിരുന്നു. അങ്ങനെ ശ്രീനിവാസിനെ കണ്ട് ശ്രീനിവാസിനോട് ജ്യേഷ്ഠൻ വീരപ്പൻ കീഴടങ്ങാൻ തയ്യാറായിട്ടുണ്ട്, നിങ്ങളോട് കാട്ടിൽ പോയി ജ്യേഷ്ഠനെ നേരിട്ട് കാണാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ള വിവരം ശ്രീനിവാസിനെ അർജുനൻ അറിയിക്കുകയാണ്. ഈ വിവരം കേട്ട ശ്രീനിവാസ് പിന്നെ ഒന്നും ആലോചിച്ചില്ല. അർജുനനെയും 4 ഗ്രാമവാസികളെയും കൂട്ടി കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. കാട്ടിലേക്ക് പോയി വീരപ്പനെ സറണ്ടർ ചെയ്യിക്കുക എന്ന തൻ്റെ സ്വപ്നം പൂവണിയാൻ പോകുന്നു എന്ന സന്തോഷത്താൽ പോകുന്ന വഴിയിൽ ഒരു പുഴ കടക്കുന്ന ഭാഗത്ത് എത്തിയപ്പോൾ തൻ്റെ നെഞ്ചിലേക്ക് വീരപ്പൻ്റെ വെടിയുണ്ട വന്നു കയറുകയായിരുന്നു. വെടിയുണ്ട നെഞ്ചിലേക്ക് കയറി ശ്രീനിവാസ് പുഴയിലെ വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴുന്നു. ആ സമയം വീരപ്പൻ ശ്രീനിവാസിൻ്റെ അടുത്ത് വന്ന് തല അറുത്തെടുത്ത് കയ്യിൽ പിടിച്ച് ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ഈ തലയെടുത്ത് കാട്ടിനകത്തേക്ക് പോകുന്നു. കാട്ടിനകത്തെത്തിയ ഈ തലയുമായി വീരപ്പൻ ഒരു പാറയുടെ മുകളിൽ ഈ തല കൊണ്ടുപോയി വെച്ചിട്ട് അദ്ദേഹം ഈ തലയോട് പറയുന്നുണ്ട്, നീ ഈ കാടിന് വേണ്ടി ചെയ്ത എല്ലാ തെറ്റുകൾക്കുമായി ഇനി നീ ഈ കാടിന് കാവൽ നിൽക്കുക എന്നും പറഞ്ഞ് വീരപ്പൻ അവിടെ നിന്നും തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഗോപിതത്തം എന്ന മനോഹരമായ ആ കാർഷിക ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കൂസ് മുനിസ്വാമിയുടെയും പൊന്നുത്തായിയുടെയും മകനായി വീരപ്പൻ ജനിച്ചത്. ഇന്നും ഈ ഗ്രാമം വീരപ്പൻ എന്ന് കേട്ടാൽ ഒന്ന് നടുങ്ങും. വീരപ്പനെ എതിർക്കുന്നവരും ആദരിക്കുന്നവരും ഇന്നും ഈ നാട്ടിലുണ്ട്. ആധുനികതയുടെ ആർഭാടങ്ങളും പുരോഗതിയും ഇന്നും ഈ ഗ്രാമവാസികൾക്ക് അന്യമാണ്. വീരപ്പൻ്റെ അനുയായികളിൽ പെട്ട ചിലരൊക്കെ ഇന്നും ഈ ഗ്രാമത്തിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അടുത്ത പാർട്ടിൽ നമുക്ക് വീരപ്പൻ ജനിച്ച ഗോപിനത്തം എന്ന ഗ്രാമത്തിൻ്റെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും പങ്കുവെക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.